നമസ്കാരം. മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് വെറുതെ ആയിരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്. ഒരു വലിയ പ്ലാനുമായിട്ടാണ് മോദി മൂന്നാം തവണ വരാൻ പോകുന്നത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെറുതെ പറയുകയല്ല, മറിച്ച് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വാദം എന്നാണ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നത്. വെറും 5 വർഷം കൊണ്ട് ഇതുവരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയാക്കുക എന്ന വലിയ പ്ലാനാണ് മോദി അണിയറയിൽ ഒരുക്കുന്നത്. എന്നാൽ അതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വസ്തുത. തങ്ങൾ കണ്ടു എന്ന് റോയിട്ടേഴ്സ് അവകാശപ്പെടുന്ന രേഖ പ്രകാരം നിലവിൽ ഏകദേശം $3.51 ട്രില്യൺ ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 2030 $6.69 ട്രില്യൺ ആയി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മെയ് മാസത്തോടെ പൂർത്തിയാക്കാൻ നരേന്ദ്രമോദി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതെങ്ങനെ നേടാം എന്നതിൻ്റെ വ്യക്തമായ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്ത് വരാനിരിക്കുന്ന വമ്പൻ വികസനത്തിൻ്റെ ട്രെയിലർ മാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ കണ്ടത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. അടുത്ത സർക്കാരിൽ ഏറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ ജമുയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. കോൺഗ്രസിൻ്റെയും RJDയുടെയും ഭരണം രാജ്യത്തിന് ദുഷ്പേര് മാത്രമാണ് ഉണ്ടാക്കിയത് എന്ന് ബീഹാറിൽ അദ്ദേഹം പറഞ്ഞു. റെയിൽവേ നിയമനങ്ങൾക്കായി പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചുവാങ്ങിയ റെയിൽവേ മന്ത്രിയെയും രാജ്യം കണ്ടു എന്ന് ലാലു പ്രസാദ് യാദവിനെ സൂചിപ്പിച്ച് മോദി കുറ്റപ്പെടുത്തി. പരസ്പരം അഴിമതി ആരോപണം നടത്തിയിരുന്ന കക്ഷികൾ ഇപ്പോൾ BJPക്കെതിരെ സംഘടിച്ചിരിക്കുന്നു. അഴിമതിക്കാർക്കെതിരെ കർശന നടപടി എന്ന ജനാഭിലാഷമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. ഭ്രഷ്ടാചാർ ഹട്ടാവോ എന്ന BJP മുദ്രാവാക്യത്തിനെതിരെ ഭ്രഷ്ടാചാരി ബച്ചാവോ എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ മുദ്രാവാക്യം എന്ന് മോദി പരിഹസിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസും RJDയും എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 400 സീറ്റ് കടക്കുക എന്ന NDA ലക്ഷ്യത്തിനായി 40 സീറ്റ് സംഭാവന ചെയ്യാൻ ബീഹാർ ജനത തീരുമാനിച്ചു കഴിഞ്ഞു എന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ജൈത്രയാത്രയ്ക്ക് കട്ടിഞ്ഞാണിടാൻ പഠിച്ച പണിയെല്ലാം പയറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ പാർട്ടികൾ. ഏകാധിപതിയെന്നും പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പകപോക്കലിൻ്റെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന നേതാവ് എന്നൊക്കെയാണ് അവർ മോദിയെ വിശേഷിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വലയിലാക്കുന്നത് ഉൾപ്പെടെ നരേന്ദ്രമോദി ചെയ്യുന്ന പല കാര്യങ്ങളും ദി ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിൻ്റെ വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ക്ഷയിച്ച അവസ്ഥ ഒരിക്കലും BJPക്ക് ഉണ്ടാകാതിരിക്കാനുള്ളവയാണ്. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയതും. എന്തുകൊണ്ട് കെജ്രിവാളിനോട് ഈ പക എന്ന് ചോദിച്ചാൽ അതിനേറ്റവും വലിയ ഉത്തരം ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയും കെജ്രിവാൾ ഭാവിയിൽ ഉയർത്തിയേക്കാവുന്ന വെല്ലുവിളിയും തന്നെ. ഇന്ത്യയിൽ കോൺഗ്രസ് സർവശക്തരായി തുടരുന്ന കാലത്ത് നരേന്ദ്രമോദി ഗുജറാത്ത് പ്രധാനമന്ത്രിയായിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഗോദ്ര കലാപത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദിയെ പൂട്ടാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടായിരുന്നു. എന്നാൽ മോദിയുടെ വളർച്ച മുൻകൂട്ടി കാണുന്നതിൽ അന്ന് കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 2014 ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പൊതുവിൽ ഒരു അടക്കം പറച്ചിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് മൂന്നാമതും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും വൻ തരംഗമുണ്ടാക്കുന്നതും. കലാപത്തിൻ്റെ പേരിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്ത കോൺഗ്രസിൻ്റെ യഥാർത്ഥ ശത്രുവിനെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല. അന്ന് നരേന്ദ്രമോദിയെ അഴിക്കുള്ളിലാക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ നിഷ്പ്രയാസം കഴിയുമായിരുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ തെറ്റാവർത്തിക്കാതിരിക്കാനാണ് ഇപ്പോൾ മോദി ശ്രദ്ധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള നിരീക്ഷകരും വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നത്.